റൈസിംഗ് ഹരിയാന. സംസ്ഥാനമായി അതിവേഗ വളർച്ച കൈവരിച്ച സംസ്ഥാനമാണ് ഹരിയാന. സൈനി സർക്കാരിന്റെ ഭരണ മികവിൽ നിരവധി നിക്ഷേപങ്ങളാണ് സംസ്ഥാനത്ത് ആകർഷിക്കപ്പെടുന്നത്. തൊഴിൽ വകുപ്പിന്റെ 10 സേവനങ്ങൾ സേവന അവകാശ നിയമത്തിന്റെ പരിധിയിലാക്കി സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് സൈനി സർക്കാർ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ 2 ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന ലക്ഷ്യത്തിന് ഇനി അധികം ദൂരമില്ല. ഓരോ വർഷവും 50,000 തസ്തികകൾ ലക്ഷ്യമിട്ടാണ് സമീപനം. 2047ഓടെ 50 ലക്ഷം തൊഴിലവസരങ്ങൾ എന്നതാണ് സൈനി സർക്കാർ വിഭാവനം ചെയ്യുന്ന ലക്ഷ്യം. വ്യവസായ തൊഴിലാളി സൗഹൃദമാണ് സംസ്ഥാനത്തെ അന്തരീക്ഷം. ചരിത്രപരമായി കാർഷിക സംസ്ഥാനമായ ഹരിയാന വികസിത വ്യാവസായിക സംസ്ഥാനമാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഹബ്ബാണ് ഹരിയാന. രാജ്യത്ത് നിർമ്മിക്കുന്ന 2/3 ഭാഗം പാസഞ്ചർ കാറുകൾ, 50% ട്രാക്ടറുകൾ, 60% മോട്ടോർ സൈക്കിളുകൾ എന്നിവ നിർമ്മിക്കുന്നത് ഇവിടെയാണ്. തൊഴിലാളി അനുകൂല നിലപാട് കർശനമാക്കുകയും തൊഴിലവകാശങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി തൊഴിൽ വകുപ്പിന്റെ 10 സേവനങ്ങൾ സേവനാവകാശ നിയമത്തിന്റെ പരിധിയിലാക്കി. സേവന വ്യവസ്ഥകൾ ലഘൂകരിച്ച് തൊഴിലാളി സൗഹൃദമാക്കുകയാണ് ലക്ഷ്യം. തൊഴിൽ നിയമങ്ങളും സംരംഭകത്വ നിയമങ്ങളും സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി സേവനാവകാശ പരിധിയിൽ കൊണ്ടുവരികയാണ് സർക്കാർ. കരാർ തൊഴിലാളി രജിസ്ട്രേഷൻ 26 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം. സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷനും ഇത് ബാധകമാണ്. ഒപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷനും 26 ദിവസത്തിനുള്ളിൽ നിർബന്ധമാക്കുന്നു. ഫാക്ടറി ലൈസൻസ് ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നൽകണം എന്നതാണ് അടുത്ത നിർദ്ദേശം. 1948 ഫാക്ടറി ആക്ട് പ്രകാരം നൽകുന്ന എല്ലാ ലൈസൻസുകൾക്കും ഇത് ബാധകമാണ്. പഞ്ചാബ് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ സംരംഭങ്ങൾക്ക് 1 ദിവസത്തിനുള്ളിൽ ലൈസൻസ് നൽകണം. അനുബന്ധ സേവനങ്ങൾ 15 ദിനത്തിൽ പൂർത്തിയാക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഹരിയാന ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന്റെ ഗുണഭോക്താക്കളാകാൻ നിർമ്മാണ തൊഴിലാളികളുടെ രജിസ്ട്രേഷനോ പുതുക്കലോ 30 ദിവസത്തിനകം ചെയ്തിരിക്കണം. ഈ ക്ഷേമ പദ്ധതികൾക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾ 90 ദിവസത്തിനകം ഉറപ്പാക്കണം. വ്യാവസായിക IT ബയോടെക്നോളജി ഹബ്ബാണ് ഹരിയാന. തൊഴിൽ മാനദണ്ഡങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും ജോലി സ്ഥലത്ത് ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനും സൈനി സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തി. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇതിനുള്ള വിജ്ഞാപനം തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയത്. രാത്രി ഷിഫ്റ്റുകളിൽ വനിതകളെ ഉൾപ്പെടുത്തുമ്പോൾ തൊഴിലുടമകൾ പാലിക്കേണ്ട പ്രത്യേക വ്യവസ്ഥകൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ സംരംഭം. പാർട്ട് ടൈം ദിവസവേതന ജീവനക്കാരുടെ ശമ്പള നിരക്ക് പരിഷ്കരിക്കുകയും ചെയ്തു സൈനി സർക്കാർ. ഹരിയാന കൗശൽ റോസ്ഗർ നിഗം പ്രകാരമാണ് ശമ്പള സ്ലാബ് പരിഷ്കരിച്ചത്. ഉദാഹരണത്തിന് പ്രതിമാസ ശമ്പളം 19,900 രൂപയെങ്കിൽ ദിവസവേതനം 765 രൂപയായും മണിക്കൂർ വേതനം 96 രൂപയായും നിജപ്പെടുത്തി. ഓരോ ദിവസവും 1 മണിക്കൂർ വീതമാണ് ജോലി സമയമെങ്കിൽ പ്രതിമാസം 2,487 രൂപയാകും വേതനം. വ്യാവസായിക തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനായി സൈനി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ വേറെയുമുണ്ട്. 12 ജില്ലകളിലായി 12 പുതിയ ലേബർ കോടതികൾ സർക്കാർ കൊണ്ടുവന്നു. പഞ്ച്കുല, യമുനാനഗർ, കുരുക്ഷേത്ര, കർണാൽ, കൈഥൽ, ജിന്ദ്, സിർസ, മഹേന്ദ്രഗഡ്, ഭിവാനി, ചർക്കി ദാദ്രി, ഫത്തേഹാബാദ്, നൂഹ് അഥവാ മേവാത്ത് എന്നിവിടങ്ങളിലാണ് പുതിയ കോടതികൾ. രാജ്യത്തെ ഏറ്റവും ബിസിനസ് സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നായി ഹരിയാന മാറുകയാണ്. മാനവ വിഭവശേഷി, സാമ്പത്തികം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് കരാർ തൊഴിലാളികളെ നിയമിക്കാൻ പാടില്ലെന്ന് കർശന വ്യവസ്ഥ സർക്കാർ നൽകിയിട്ടുണ്ട്. അതായത് ഭരണപരവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടുന്ന നിർണായക പ്രവർത്തനങ്ങൾ സ്ഥിര ജീവനക്കാർ തന്നെ നിർവഹിക്കണം. കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കാനാണിത്. വ്യാവസായിക നിക്ഷേപ നയത്തിന് കീഴിൽ സംസ്ഥാനം വ്യവസായങ്ങൾക്ക് വിപുലമായ സാമ്പത്തിക നയപ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഓട്ടോമൊബൈൽ കമ്പനികൾക്കും ഓട്ടോമൊബൈൽ ഘടക നിർമ്മാതാക്കൾക്കും പ്രിയപ്പെട്ട സ്ഥലമാണ് ഹരിയാന. മാരുതി സുസുക്കി ഉൾപ്പെടെയുള്ള ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം.
IT വ്യവസായത്തിന് ഉത്തരേന്ത്യയിലെ പ്രിയപ്പെട്ട നഗരമാണ് ഗുരുഗ്രാം. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2017 ബിസിനസ് ചെയ്യാൻ എളുപ്പമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച 3ാമത്തെ സംസ്ഥാനമായി ഹരിയാന തെരഞ്ഞെടുക്കപ്പെട്ടു. 2025 ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 22 പ്രത്യേക സാമ്പത്തിക മേഖലകൾ അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആണ് നിലവിലുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനമാണ് നായബ് സിംഗ് സൈനി സർക്കാർ നടത്തുന്നത്. വ്യാവസായിക തൊഴിലാളി സൗഹൃദമായി ഹരിയാന രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാവുകയാണ്.